അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ മിക്സിയിലെ ഒരു ചെറിയ ജാറിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ ചെറിയൊരു മധുരമാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെറിയ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്കാപ്പൊടി ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പൊ മുട്ട എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. ഒരു മിക്സിംഗ് ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിളപ്പിച്ച് ആറിയ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടുള്ള പാല് എടുക്കരുത്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാലും ആയിരിക്കണം. ഇനി ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് വീതം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ബാക്കി പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുക്കാം. ഇപ്പതാ പഞ്ചസാര എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം 1 കപ്പ് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും 1 കപ്പ് ഇട്ട് കൊടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീണ്ടും 2ാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇപ്പൊ മാവെല്ലാം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല കട്ടിക്കാണ് കിട്ടുന്നതെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മുട്ട എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പത്തിനൊക്കെ എടുക്കുന്ന അപ്പക്കാരമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ബേക്കിംഗ് സോഡ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ എടുത്താലും മതി. അപ്പൊ 2 നുള്ള് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. ഇനി ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി എടുത്താലും മതി. ബേക്കിംഗ് സോഡ എടുത്തത് കൊണ്ടാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത്. ബേക്കിംഗ് പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. അതാ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ബാറ്റർ കുറച്ചായിട്ട് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാ കുഴികളിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തതൊക്കെ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം.
വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചെടുത്ത എണ്ണ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്